ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് കുറച്ചധികം നാളിന് മുന്നേ തന്നെ എടുത്തു വെച്ച ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ഒരു യാത്ര പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പോയൊരു യാത്രയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് എവിടേക്കാണ്, ഏത് ഭാഗത്താണ് എന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ. നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ പോകേണ്ട ഒരു കാര്യം വന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കൂടെ രണ്ടാൾക്കാർ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരാ എന്നുള്ളത് നമ്മുടെ സ്ഥിരം വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്കറിയാം. ആദ്യം ഞങ്ങൾ ഈ ഒരു മീൻപിടിപ്പാറയിലേക്ക് വന്നതാണ്. പക്ഷേ ഇന്ന് ഒരു അവധിയാണ് എന്നുള്ള കാര്യം ഞാനായാലും ഇച്ചായാലും കൂടെ വന്ന ആരും ആലോചിച്ചില്ല കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞങ്ങള് വല്യകാര്യത്തെ മീൻപിടിപ്പാറയിൽ വന്നതാണ്. പക്ഷെ പാർക്ക് ഇന്ന് ക്ലോസാ. ഇവിടെ ഒന്നും ഇല്ല ഗായ്സ്. എന്താ പറ്റി മോനെ? ഇപ്പൊ പോയത് മൂച്ചി. ഇത് റംലാൻ മാസത്തെ വ്ളോഗല്ല, അതുകൊണ്ട് തന്നെ ആരും കമൻറ്റ് ചെയ്യണ്ട. റംലാൻ മാസത്ത് ഇതുപോലെ പോയി റംലാൻ മാസം ആയതുകൊണ്ട് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ ആ ഒരു ടൈമിലേ അല്ല കേട്ടോ, ഈ ഒരു ടൈമിലേ അല്ല. ഇത് ഞങ്ങൾ അവിടെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിന്ന് ചെറിയ കടികൾ കഴിക്കാം എന്നുള്ളത്, ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അന്നേരത്തേനും ആ ചേച്ചി വന്ന് കുഞ്ഞിനെ എടുത്തു കേട്ടോ. അത് പിന്നെ ഞങ്ങൾ കുറച്ചധികം നേരം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്തൊക്കെയോ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെയും യാത്ര പോവാണ്. ഭയങ്കര വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ. അത്രയ്ക്ക് വെയിലാണ്. റോഡിലാണെങ്കിൽ അധിക വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവ് വല്ലാണ്ടങ്ങ് വയ്യാത്ത രീതിയൊന്നുമല്ല, ഉറക്കം കഴിഞ്ഞിട്ട് വീട്ടിലോ ഉറക്കമില്ല, ഇങ്ങനെയെങ്കിലും പോകുമ്പോൾ ആൾ ഉറങ്ങട്ടെ കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇതായപ്പം ഞങ്ങൾക്കിവിടെ കാണാനുള്ള ഒരു സ്ഥലം എത്തി. അപ്പോൾ ഇത് പണ്ട് 3 വർഷം മുന്നേ ഈ ഒരു സ്റ്റെയറിൽ നിന്നിട്ട് ഒരു ഫോട്ടോസും വീഡിയോസ് എടുത്തില്ലെന്ന് തോന്നുന്നു, ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഇൻസ്റ്റയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെയും ഒരു ഫോട്ടോ എടുക്കണമുള്ളത്. ഒരുപാടുണ്ട്. അതുകൊണ്ട് കുരങ്ങന്മാരൊക്കെ നടക്കുന്നത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. അവിടെ കുരങ്ങന്മാരൊക്കെ ഒരുപാട് ഇങ്ങനെ നടപ്പുണ്ട്, കൂടെ നടപ്പുണ്ട്. വാലില്ലാത്ത പട്ടിയാന്ന് തോന്നുന്നു, പാവം. നമുക്ക് നല്ല അതിസുന്ദരമായ ഡാമും വെള്ളത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കാണുന്നുണ്ട്. കുരങ്ങന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മങ്കീസ് നമ്മുടെ പൂർവികരാണെന്ന് പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൂർവികളാണ് ഇരിക്കുന്നത്. വെയിൽ കാരണം നമ്മളിങ്ങനെ ഒഴുകി പോകുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഹിജാബൊക്കെ നല്ലോണം തട്ടമൊക്കെ ഇട്ട് വന്നതാണ്. പിന്നെ ഞാൻ നേരെ ഷോളൊക്കെ അല്ലാണ്ടൊക്കെ ഇടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുഞ്ഞാവയുടെ കാര്യം പറഞ്ഞാൽ മെറിനുണ്ടെങ്കിൽ അവൻ പിന്നെ അവളുടെ കയ്യിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അധികം പിടിക്കണ്ട. അങ്ങനെയൊക്കെ പിന്നെ കുറേ അധികം നേരം അവിടെയൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒരുപാട് നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടു അങ്ങനെ ഇങ്ങ് വന്നു കേട്ടോ. അത്രയേ ഉള്ളായിരുന്നു പരിപാടി. അപ്പോൾ ഇതിന് വെള്ളം കുടിക്കാനാണെങ്കിൽ ദാഹിച്ചിട്ട് അവിടെ ഒന്നും ഒരു കട പോലും ഇല്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ചേച്ചിയുടെ കട തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, മോനെ ഇവിടെ ഒന്നും ഒരു സാധനങ്ങൾ പോലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ വെക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ കട തുറന്നു വെച്ചാൽ അപ്പം തന്നെ കുരങ്ങൻ അടിച്ച് മൊത്തം സെറ്റാക്കി കളയും, നമുക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല എന്ന്. അങ്ങനെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ നെൽപ്പാടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം മെറിനാണെങ്കിൽ അവിടെ ഇറങ്ങണം, അവൾക്ക് ഫോട്ടോ എടുക്കണം എന്നൊരു മൈൻഡായി. പിന്നെ ഞാൻ അവളെ അതിലേക്കൂടെ നടത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവൾക്ക് പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ ഫ്രൂട്ട് ഫെസ്റ്റിവൽ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞാവയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഒരു ലൈഫ് സേവർ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് അതിലിട്ട് കൊടുത്താൽ കുഞ്ഞാവ അങ്ങനെ അതും കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പമ്പിൽ കയറി കുഞ്ഞിന് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ വിൽക്കുന്ന ഒരു വലിയൊരു ഹോൾസെയിൽ ഒരു ഷോപ്പ് പോലെ വലിയൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കയറി
കുറേ അധികം സാധനങ്ങളൊക്കെ അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ മെറിൻ വീട്ടിലത്തേക്ക് അവൾക്ക് 1-2 ഫ്രൂട്ട്സ് വേണമായിരുന്നു, അങ്ങനെ അത് വാങ്ങിച്ചു. ഈ ഒരു ചാമ്പയ്ക്കാണെങ്കിൽ ഞങ്ങൾ കുറേ അവരോട് ചോദിച്ചു ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അവരത് ഇങ്ങനെ തന്നില്ല കേട്ടോ, അത് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ ആണെങ്കിൽ കുറേ അധികം വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ട്, പക്ഷെ നമുക്കങ്ങനെ ഒന്നും വാങ്ങിക്കാൻ ഉള്ളൊരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. പിന്നെ മെറിൻ മാത്രം അവൾ പിന്നെ കുഞ്ഞിന് വേണ്ടി ഓറഞ്ച് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ 1-2 മാത്രം ഓറഞ്ച് എടുത്തു, ബാക്കി പിന്നെ അവൾക്ക് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ സപ്പോട്ടയ്ക്ക അത് വാങ്ങിച്ചു. പിന്നെ അത് ഞങ്ങൾ നേരെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്നൊരു മൈൻഡായിപ്പോയി. കാരണം നമുക്ക് 1-2 പരിപാടി വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ആശാനാണെങ്കിൽ എങ്ങും ഇരിക്കുന്നില്ല. പിന്നെ നന്ദുവിൻ്റെ അടുത്ത് കുറേ നേരം അവനും പിന്നെ ഉണ്ടെങ്കിൽ കുറേ അധികം നേരം ഇയാളെ മാനേജ് ചെയ്യാൻ അവൻ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇത്രയേ ഉള്ളൂ, ബൈ.